ഭ്രാന്തായേട്ടന് ഭ്രാന്ത്. ഇന്ന് ഉമ്മത്തിങ്കായ കലക്കി തന്നെങ്കിൽ നാളെ ഇരുട്ടടി അടിച്ച് കൊല്ലില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? എന്താ എന്റെ ഉണ്ണി ഇങ്ങനൊക്കെ പറയണത്? സ്വന്തം അച്ഛനോട് ഏതെങ്കിലും മക്കൾ അങ്ങനെ കാണിക്കോ? പിന്നെ എന്താ കാണിച്ചേ? അത് കുടിച്ചിരുന്നേ കെട്ടിയെടുക്കേണ്ടി വരില്ലായിരുന്നു തന്നെ. നിങ്ങൾ ആരും കരുതും പോലെ ഒരു വിദ്യാസുരനോ ദുഷ്ടനോ ഒന്നും അല്ല കുഞ്ഞീഷൻ. തങ്കപ്പെട്ട മനസ്സാ അവന്റേത്. ഇതുപോലെ ഓരോ താന്തതും തനങ്ങൾ കാണിച്ച് നാട്ടുകാരെയും തല്ലി മേടിക്കുമ്പോ തങ്കം ചെമ്പാകും. അവൻ ഏതോ ഗുരുവിന്റെ വരം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അളിയൻ ആ കള്ളച്ചക്കന് വക്കാലത്തുമായിട്ട് നടക്കുക. കഴിവുകളെ പ്രശംസിക്കാൻ ശിവശേഖരൻ ഒരിക്കലും അമാന്തിച്ചിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പൊ സംഗതി ഒന്നും ആയിട്ടില്ല. പന്തലുകാരൊക്കെ ഏർപ്പാടാക്കിയതാണ്. എന്തിന്? കല്യാണം ഇങ്ങനെ അടുത്തില്ലേ? ഏത് കല്യാണം? ഏത് കല്യാണമെന്നോ? ആങ്ങളക്കിത് എന്താ പറ്റിയേ? ഉണ്ണിയുടെ ഇന്ദുവിന്റെയും കല്യാണേ? ഓ, കല്യാണം കല്യാണം മംഗളസുഭേ പക്ഷസ്ഥലേ കൗസ്തുഭം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അമ്മാവാ ഓടാ ആങ്ങളെ ഓടി. ശിവശങ്കര പോടോ. എന്റെ കർത്താവ്, ഇതൊരു മെനക്കെട്ട ജോലിയാണല്ലോ. നേരത്തെ തന്നെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ? നല്ല മുഖവരിയെ തോന്നുന്നു. എന്റെ അപ്പൻ നമ്പൂതിരി ഒരു സ്ത്രീലമ്പടനായിരുന്നു. ചിലപ്പോ അദ്ദേഹം താങ്കളുടെ ആ വഴിക്കൊക്കെ വന്നിട്ടാവണം. എനിക്കും അപ്പനും ഒരേ ചായന്യ. ചാക്കോ, ഏത് ആ മുറിയുടെ മൂലയിലുണ്ടായിരുന്ന ചാക്കോ? അതിൽ തുളസിയിലായിട്ട് വെച്ചിരിക്കുക. അതെ, ആ ചാക്കോ തന്നെ. ആ സ്വാമി, ഒരു മഹാരോഗി നേരം തെറ്റി കാണാൻ വന്നിരിക്കണു. അയാളോട് പരിശോധനാ സമയത്ത് വരാൻ പറയൂ. കുഞ്ഞീഷ, കഴിഞ്ഞതൊക്കെ മറക്കണം. ഒന്നുമില്ലേലും ഞാൻ നിന്റെ അമ്മാവനല്ലേ? സർവസംഘപരിത്യാഗിയായ നമുക്ക് അമ്മാവനില്ല, അമ്മായിയില്ല, അമ്മയില്ല, അച്ഛനില്ല. ഒടുവിൽ പറഞ്ഞത് ശരിക്കും സത്യമാണോ സ്വാമി? ഒന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. നിനക്ക് ഇപ്പോഴും ഇന്ദുവിനെ ഇഷ്ടല്ലേ? ഹേയ്, വന്ന കാര്യം വളച്ചു കെട്ടില്ലാണ്ട് പറഞ്ഞു തൊലയ്ക്ക് മനുഷ്യ. ഇന്ദുവിനെ നീ കല്യാണം കഴിക്കണം കുഞ്ഞീഷ. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ? ഉണ്ട് കുഞ്ഞീഷ, നിനക്കേ അതിനുള്ള യോഗ്യതയുള്ളൂ. എന്റെ അനുജൻ ഉണ്ണികൃഷ്ണന് എന്നാണ് ആ യോഗ്യത നഷ്ടപ്പെട്ടത്? എന്തിനാ കുഞ്ഞീഷ എഴുതാപ്പുറം വായിക്കണത്? ആ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. വിചാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊക്കെ ചേർന്നൊരു വിത്തുപാകുന്നു, അതിന് വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു. അങ്ങനെ അത് ചെടിയാകുന്നു, മരമാകുന്നു. ആ മരം കായ്ക്കുന്നു, കായ പഴുക്കുന്നു. അതുപോലെ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ പഴമല്ലേ ഉണ്ണികൃഷ്ണൻ? ആ പഴം ഏതോ കാക്കകൾക്കും പട്ടികൾക്കും എറിഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ നാണമില്ലാതെ എന്റെ മുമ്പിൽ വന്ന് മൂങ്ങുകയാണല്ലേ? ഭർത്തിന് കൈപ്പിഴ ജന്മസിദ്ധനാണല്ലോ കുഞ്ഞീഷ്ണ. കൈപ്പിഴകളെ പറ്റിപ്പോയി, ഒരുപാട് അബദ്ധങ്ങളെ ചെന്ന് ചാടിപ്പോയി. മറക്കണം, പൊറുക്കണം. ഈ അമ്മാവനെ നീ ഒന്ന് സഹായിക്കണം. എന്റെ മകൾക്ക് നീ അല്ലാതെ ആരുമില്ല കുഞ്ഞീഷ്ണ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് കല്യാണത്തിനുള്ള സദ്യ വരെ ഒരുക്കിയിട്ട് മുടങ്ങിപ്പോയതല്ലേ ഇവളും ഉണ്ണിയും തമ്മിലുള്ള കല്യാണം? അതേടി, അത് മുടക്കി ദൈവമായിട്ടാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് മുടങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? നിനക്കറിയില്ല, കോടിക്കണക്കിന് ആ കുഞ്ഞീഷിന്റെ ആസ്തി. സ്വന്തമായിട്ടൊരു വിമാനം വാങ്ങാൻ പോകുന്നു. കേസില്ലാത്ത ആ പീറ ഡോക്ടറെ കെട്ടിയ ഇവക്ക് ഇത് വല്ലതും സ്വപ്നം കാണാൻ പറ്റുമോ? അപ്പോ സ്വന്തം മോൾ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് വലുത്? ഈ കാര്യത്തിലല്ല. ഇവള് പറയാണ്, അച്ഛാ എനിക്കൊരു ചുവന്ന പാവാട വേണം, ഞാൻ വാങ്ങിക്കൊടുക്കും. കറുത്ത കരിവള വേണം, ഞാൻ വാങ്ങിക്കൊടുക്കും. പക്ഷേ കാൽക്കാശിന് ഗതിയില്ലാത്ത ഒരുത്തരെ ഭർത്താവായി വേണമെന്ന് പറഞ്ഞാൽ ഞാനതിന് കൂട്ടു നിൽക്കില്ല. ഈ ശിവശങ്കരനായ ലോകം കണ്ടവനാ. ആ ശിവശങ്കരനായ മകളെ കോടീശ്വരൻ കുഞ്ഞീഷൻ തന്നെ കെട്ടും, അല്ലെങ്കിൽ കെട്ടിക്കും. ആ വിഷമിക്കാതെ. എന്താ ഉദ്ദേശം? മനസ്സിലായില്ല. ഏട്ടൻ എന്തിനാ വെറുതെ പുറകെ നടന്ന് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല, കാരണം എനിക്കതിനുള്ള സമയമില്ല. ഓഹോ, കള്ളം പറഞ്ഞ് എന്റെ കല്യാണം മുടക്കി, വൃത്തികെട്ടൊരു നാടകം നടത്തി നാട്ടുകാരെ മുഴുവൻ എനിക്കെതിരാക്കി, അന്തസ്സോടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി വെള്ളത്തിലാക്കി. ഒക്കെ ഞാൻ സഹിച്ചു. പക്ഷെ കുട്ടിക്കാലം തൊട്ട് ഒരു മുത്തു പോലെ തേച്ച് മിനിക്ക് മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന എന്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, വിടില്ല ഞാൻ. അതെ, താൻ വരട്ടുണ്ടോ? താൻ വരട്ടിയ വരണ്ടോണ പീക്കറിയല്ലേ ഇദ്ദേഹം. തനിക്കറിയോ, താനൊരു മുത്തുപോലെ തേച്ച് മിനിക്കാ കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഇദ്ദേഹം ആ പെൺകുട്ടി ഒരു കൽപ്പവൃക്ഷം പോലെ കരണിനകത്ത് നട്ടു നനച്ച് വളർത്തിയാ കൊണ്ട് നടന്നേ. അതെങ്ങനെ പിഴുതു കളയാൻ പറ്റുമോ? എന്നോട് ആരും സംസാരിച്ചില്ല. പോ. തിരുമേനി പറഞ്ഞത് ശരിയാണ്.
അങ്ങനെ പിഴുതു മാറ്റാൻ പറ്റില്ല. നിന്നേക്കാൾ മുൻപ് ഞാനാണ് അവളെ കണ്ടത്. നിന്നേക്കാൾ മുൻപ് ഞാനാണ് അവളെ സ്നേഹിച്ചത്. അമ്മായിയുടെ അന്ത്യാഭിലാഷം നിന്നേക്കാൾ മുൻപ് ജനിച്ച ഞാൻ അവളെ കെട്ടണമെന്നായിരുന്നു. അമ്മായി അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വല്ല ബോധക്കേട് കൊണ്ട് പറഞ്ഞതായിരിക്കും. അവൾ എന്റെ പെണ്ണ, അവളെ ഞാൻ തന്നെ കിട്ടും. നീ കേട്ടില്ല. ഈ ജന്മം നിനക്കതിന് സാധിക്കില്ല. അതിനുള്ള കരുക്കൾ ഞാൻ നീക്കിക്കഴിഞ്ഞു. വെരി സോറി അനിയ, വെരി സോറി. ഓഹോ, അപ്പൊ വാശിയാണോ? വാശിയാണ്. വാശിയുടെ കാര്യത്തിൽ ഞാൻ ഒട്ടും പുറയിലല്ല. നിനക്ക് ചുണയുണ്ടേ, നീ ചെന്ന് കെട്ടടാ. അപ്പൊ അവസാന തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്നാ കാണാം. ഓ കാണാം. നിൽക്കൂ. അടിക്കടി വഴക്കിന് വരാണ്ടിരിക്കണാണ് ആരോഗ്യത്തിന് നല്ലത്. നല്ലൊരു തടിയുണ്ടല്ലോ, അത് കേടാക്കണോ? ഇപ്പൊ ഇതിരിക്കട്ടെ, സമയം വരും. അപ്പൊ താൻ തന്നെ തന്റെ ഗുരുവിന് കൊടുത്തേക്ക്. നൊന്തോ? നേരത്തെ ഒരു ചില്ലറ ബാക്കിയുണ്ട്. ഇല്ലെന്ന് പറഞ്ഞില്ല, എല്ലാം കൂടെ നാളെ തന്നേക്കാം. നമ്മുടെ ശിവശങ്കരൻ ഇപ്പൊ ഈ വഴി ബാലിന്റെ ചായക്കടയിലുണ്ട്. ശിവശങ്കര, ശിവശങ്കര അവിടെ നിക്ക. ശിവശങ്കര, ഓം ബ്രഹ്മർഷി പരമാനന്ദ ഗുരുവേ നമഃ. എല്ലാരെയും വീടുകളിൽ ചെന്ന് ക്ഷണിക്കാന്ന് വെച്ച അസാധ്യ കാര്യമാണ്. ഇതാ പിടിച്ചോളൂ. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയ്ക്ക് പ്രത്യേകിച്ച് സ്വന്തക്കാരോ ബന്ധുക്കളോ ഒന്നും ഇല്ലല്ലോ, നാട്ടുകാരാണല്ലോ എല്ലാം. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദ വിവാഹ പത്രിക വന്നോളൂ, വന്നോളൂ. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദ വിവാഹ പത്രിക. ഈ വരുന്ന ആഷാഢത്തിലെ ശുക്ലപക്ഷത്തിൽ അടിയൻ പരിണയ വിധേയനാവുകയാണ്. വധു കുമാരി ഇന്ദുലേഖ. ചൈതന്യവത്തായ ഈ മുഹൂർത്തം ധന്യമാക്കുവാൻ താങ്കളുടെയും കുടുംബത്തിന്റെയും സവിശേഷ സാന്നിധ്യം അടിയൻ കാംക്ഷിക്കുന്നു. സ്വാമി കുഞ്ഞീഷ്ണാനന്ദ. ഇങ്ങോട്ട് വരൂ. ഇതാണ് നോൻ പറഞ്ഞ മുത്തുപട്ടര്, കൽപ്പാത്തിക്കാരനാ. ഇത്രയും കേമായിട്ട് സദ്യ ഒരുക്കുന്ന ഒരാൾ ഈ ഭൂമി മലയാളത്തിൽ ഇല്ല. ഇനിയോട്ട് ജനിക്കാനും പോണില്ല. ഒക്കെ കേമാവണം. ഒരേ ഒരു മോളാ. ഈ വീട്ടിൽ വേറൊരു കല്യാണം നടക്കാനില്ല. എല്ലാം കേമാക്കിക്കളയോ. പായസം 3 വിധത്തിലായിക്കോട്ടെ. അടാ, പരിപ്പ്, സേമ്യ. ഇത്രയും കേമായിട്ടൊരു സദ്യ ഈ പ്രദേശത്തിൽ ആദ്യം ആവണം. എന്നാ എന്താച്ചാ നോക്കോളൂ. അഭിപ്രായമാണ് കേക്കണ്ട. മാധവമിത്രി വരുന്നുണ്ട്, കുഴപ്പാവോ? വേണ്ടാതീരത്തിന് വന്നാൽ കയ്യും കാലും തല്ലി മുടിച്ച് ദൂരെ കളയും ഞാൻ. ഈ ഇളം പ്രായത്തിൽ ചാവാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ള വരവാണല്ലോ ഇത്. താൻ ക്ഷണിച്ചില്ല വെച്ചാലും ഞാൻ വരൂടോ. ആരുടെ കല്യാണം നടക്കണേ? എന്റെ മക്കളുടെയാ. അതെനിക്ക് തന്റെ കഴിച്ചിട്ടൊന്നും വേണ്ട. ഏതായാലും എല്ലാം ക്ഷമിച്ചളിയും വന്നല്ലോ, എനിക്ക് സന്തോഷായി. എന്റെ മോളെവിടെ? അവൾ ഇത്തിരി വിഷമത്തിലാ. ഞാൻ പറഞ്ഞു മടുത്തു. ഇത് തല്ലാനും കൊല്ലാനൊന്നും എന്നെ കൊണ്ട് വയ്യ. വിഡ്ഢിത്തം പറയാടോ. തല്ലിയും കൊല്ലും നല്ല വേണ്ടത്. അനുനയപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കാം. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. എന്താ മോളെ ഇത്? അങ്ങ് പുറത്തേക്ക് മാറി നിൽക്കുക. ഞാൻ എന്റെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എല്ലാം അറിയാവുന്ന അമ്മാവനും ഇതിന് കൂട്ടു നിൽക്കണോ? പറയുന്ന അങ്ങനെ കേൾക്കുക. കാര്യം എന്റെ അളിയനൊക്കെയാ. പക്ഷെ നിന്റെ അച്ഛൻ കള്ളച്ചെറ്റയാ. 4 പണം കിട്ടുമെന്നറിഞ്ഞാ അവൻ എന്തിനും മടിക്കില്ല. മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണോന്ന് കേട്ടിട്ടില്ലേ നീ? പറ്റിയ ഒരു മുള്ളുമായിട്ടാ ഞാനിപ്പോ വന്നിരിക്കണേ. നിനക്ക് അവന്റെ കൂടെ ജീവിക്കണ്ടേ? ഉണ്ണിയുടെ കൂടെ. നിന്റെ അച്ഛന്റെ അരിക്കല് നേരാമണ്ണം നിന്നാൽ അതൊരിക്കലും നടക്കില്ല. ഒരു സ്വല്പം കുരുട്ട് ബുദ്ധി ഉപയോഗിക്കണം. ധൈര്യമുണ്ടോ നിനക്ക്? ഇന്ന് രാത്രി ഇവിടുന്ന് പുറത്തിയാടണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിട്ടാ ഞാൻ വന്നിരിക്കണേ. ഒരു യുദ്ധം ഉണ്ടാവുമെന്ന് കരുതി, പക്ഷേ അളിയൻ വെള്ളക്കൊടി വീശി. ഈശ്വര, സർവമംഗള സമ്പൂർണം സൗമ്യം കല്യാണഭൂഷണം.
സ്വർണ പാത്രസ്യ ക്ഷീരസ്യ പാഷാണം ബഹുമാരകം. മനസ്സിലായില്ല. ലോകത്തൊരച്ഛനും ഇതുപോലൊരു ധർമ്മസങ്കടത്തിൽ പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ദൈവത്തിനറിയാതെ ഞാൻ എന്തിനാ ഇത് ചെയ്യുന്നെന്ന്. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ മാത്രമേ ഒന്നിക്കാവൂ. മോള് വിഷമിക്കണ്ട കേട്ടോ. ആർഭാടത്തോടെ ഉള്ളൊരു വിവാഹം വിധിച്ചിട്ടില്ലാന്ന് കരുതിയാ മതി. അതൊന്നും സാരമില്ല അച്ഛാ. നാളെ രജിസ്റ്റർ കഴിഞ്ഞാ പിന്നെ ആരും പേടിക്കണ്ടല്ലോ. നമുക്ക് ആളുകളെ വിളിക്കുകയോ സദ്യ കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ആവാലോ. എന്തേ വഴി ബ്ലോക്കാ? ആരോ റോഡിൽ കുറെ കല്ലുകൾ പെറുക്കിയിട്ടിരിക്കുക. ഞാനെടുത്ത് മാറ്റാം. അയ്യയ്യേ, ഡോക്ടർമാർ ചെയ്യേണ്ട പണി ഏതൊക്കെ? നിങ്ങൾ കിഡ്നിയിലെ കല്ലെടുക്കുക, റോഡിലെ കല്ല് നോം എടുത്തോളാം. നോം സഹായിക്കാന്ന് പറഞ്ഞതേ അതിനുള്ള ബാധ്യതയും കൂടി നമുക്കുണ്ടായിട്ടാ. കാരണം ഇതൊക്കെ പെറുക്കി വെച്ചതും നോം തന്നെയാണ്. സ്വാമി കുഞ്ഞികൃഷ്ണാനന്ദയുടെ വധുവിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കം നോം വധൂഗ്രഹത്തിൽ വെച്ച് മണത്തറിഞ്ഞു. മോശമല്ലേ സ്വന്തം ജ്യേഷ്ഠന്റെ വധുവിനെ തട്ടിക്കൊണ്ടുപോകാന്ന് വെച്ചാ ആ കുട്ടിയെ ഇറക്കി വിട്ടോളൂ. അതിന് യാതൊരു കേടുപാടും കൂടാതെ നോം തന്നെ വീട്ടിലെത്തിച്ചോളാം. എന്താ അന്നത്തെ അടിയുടെ ചൂട് തിരുമേനി മറന്നോ? മറന്നിട്ടില്ല, നല്ലോണം ഓർമ്മയുണ്ട്. അതുകൊണ്ട് 3-4 പേരെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട്. വന്നോളൂ, പൊതിഞ്ഞോളൂ. തൂണ് പോലെ നോക്കി നിൽക്കാണ്ട് ആ പെൺകുട്ടി കാരെന്ന് വിളിച്ചിറക്കുക. ഗുരുവായൂരപ്പാ, ഞാൻ പോണു. ഇങ്ങോട്ട് വാ. നീ എന്നെ അപമാനിക്കൂലേടി. അളിയല് വൈദ്യം മാത്രല്ല ഇമാരി പണിയും വശണ്ടല്ലേ. ഇക്കാലം അത്രയും വിലയും നിലയുള്ള ഒരാളായിട്ടാ വൈദ്യരെ ഞങ്ങൾ കണ്ടത്. നാണമില്ലേ വൈദ്യരെ നിങ്ങൾക്ക്? ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള പ്രായമാണോ നിങ്ങൾക്ക്? ആ അളിയന്മാരായാലും ഇങ്ങനെ വേണം. ഇന്നെന്റെ മോള് ഇക്കളേക്കിന് നാളത്തെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോലിടൂ. ആ നിൽക്കുന്നു ഒരു ട്രാക്ടറ്. വാടി ഇങ്ങനെ വാടി.